പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ലഭിച്ച അവസരത്തിന് ഞാൻ എൻ്റെ അമ്മയോടും തിരുക്കുമാരനോടും 1000 കോടി നന്ദി പറയുന്നു. ആദ്യമേ പറയട്ടെ, ഞാൻ സാക്ഷ്യം പറയാൻ ഒരുപാട് വൈകിപ്പോയി. അതിന് ഞാൻ അമ്മയോട് തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പേര് ഡോക്ടർ നിഷ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഞാനൊരു അക്രൈസ്തവ ഫാമിലിയിലെ ആളാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയാൻ ഇടയായത് എൻ്റെ കൂട്ടുകാരികൾ ഷെയർ ചെയ്ത അവരുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താണ്, അതായത് ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്നാലും എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇത്, എനിക്ക് മനസ്സിലാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് കാര്യം പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. എനിക്കറിയില്ല ഉടമ്പടി എന്താണെന്നും അപ്പോൾ അറിയില്ലായിരുന്നു. 2023 ഡിസംബറിലാണ് ഞാൻ എൻ്റെ PhD പഠനം കംപ്ലീറ്റ് ആക്കിയത്. അതിനുശേഷം ഏകദേശം 10 മാസത്തോളം ജോലിയൊന്നും ഇല്ലാണ്ട് ഞാൻ വീട്ടിലായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ മെറിറ്റിലാണ് എനിക്കിതെല്ലാം കിട്ടിയത്. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്, പഠിക്കാൻ കഴിവുണ്ടല്ലോ, പഠിച്ച് നേടിയതാണല്ലോ എന്നുള്ളൊരു ഭാവം മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ 10 മാസത്തോളം ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിൽ ഒക്ടോബർ 13, 2024 ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ നടയിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും 2 കുട്ടികളായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടിയുടെ ആ സീരിയസ്നെസ്സൊന്നും എനിക്കറിയില്ല. എന്നും പ്രാർത്ഥിക്കും. രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന ആളായിരുന്നു. വൈകുന്നേരത്തെ എനിക്ക് എത്താൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കൂടുമായിരുന്നു. അല്ലാണ്ട് ഇവിടുന്ന് തന്ന പത്രം അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെ കൊടുക്കണം, അത് കൊടുക്കണമോ അതോ, അന്ന് എനിക്കൊരു മടിയും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ, എൻ്റെ കൂട്ടുകാരികൾ ഷെയർ ചെയ്യുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ കാണാൻ ഇടയായത്. ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനൊന്നും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും അത് എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ ഞാൻ ഷെയർ ചെയ്യാനും അതുവഴി ഒരുപാട് കൂട്ടുകാർ ഇത് എന്താണ്, നീ ക്രിസ്ത്യനായോ എന്നൊക്കെ ഒരുപാട് പേരെന്നെ കളിയാക്കി ചോദിച്ചു. പക്ഷെ അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തില്ല. എന്നെ രക്ഷിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിച്ച് ഞാൻ അതിലൂടെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ 13/10/2024 ഞാൻ ഉടമ്പടി എടുത്തു. അതുവരെ എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. നവംബർ 1, 2024 ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അധ്യാപികയായിട്ട്, MBAയുടെ അധ്യാപികയായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 1 മാസം പോലും എനിക്ക് മാതാവ് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. എനിക്ക് എത്രയും വേഗം മാതാവ് ജോലി തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കടക്കേണ്ടി വന്നു. ഞാൻ 2 വീലറിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗ്, എൻ്റെ തീസിസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ച് പകുതി ഏകദേശം കോളേജിന് കുറച്ച് ബാക്കിലോട്ടായ സമയത്ത് വണ്ടി എൻജിൻ കംപ്ലൈൻ്റ് ആയിട്ട് വഴിയിലായി. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയിലും സാക്ഷ്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, സഞ്ചാരി മാതാവ് നമുക്കൊപ്പം വരുമെന്നും നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കുറച്ച് 15-20 മിനിറ്റേ ഉള്ളൂ ഇനി ഇൻ്റർവ്യൂവിന്, കോളേജിൽ എനിക്ക് എത്തണം. പക്ഷേ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഒരാൾ, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ വണ്ടി നിന്നത് ആ പയ്യൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, ആ ചേച്ചി ഇതെന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എൻജിൻ കംപ്ലൈൻ്റ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിനി ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് പോകണം, ഇനി ഒരു 15 മിനിറ്റ് സമയമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. അവൻ തന്നെ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ വെച്ചു. തൊട്ടടുത്ത് തന്നെയാണ്. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഡോറിൽ മാതാവിൻ്റെ ഫോട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആളാണ്. എൻ്റെ തടസ്സം മാറ്റാനായിട്ട് അമ്മ മാതാവ്, സഞ്ചാരി മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആളാണ് ഈ പയ്യനെന്ന് എനിക്ക് മനസ്സിലായി. ആ പയ്യൻ തന്നെ എനിക്കൊരു ഓട്ടോ വിളിച്ച് ഞാൻ ആ കറക്റ്റ് സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്തുകയും
29-30 പേരുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് ഫസ്റ്റായിട്ട് എന്നെ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അന്ന് എൻ്റെ ഇൻ്റർവ്യൂവിൽ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഉടമ്പടി കാശ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ ഫസ്റ്റ് ആകുകയും ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതാണ് എനിക്ക് അമ്മ മാതാവ് ആദ്യമായി തന്ന, ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് തന്ന സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു ജോലി മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാതാവിൻ്റെ അടുത്ത്. കാരണം അപ്പോഴും എൻ്റെ മെറിറ്റാണ്. പക്ഷെ അച്ഛൻ പറയും നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് എന്നാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്തൊരു ജോലി മാതാവ് തന്നു. ആ ജോലി എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാക്കിക്കൊണ്ട് ശമ്പളത്തിലും വർധനവ് തന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും തന്നുകൊണ്ട് മാതാവ് എന്നെ അടുത്തൊരു ജോലിയിലോട്ട് പ്രവേശിപ്പിച്ചു. അതെൻ്റെ മാതാവ് തന്ന അടുത്തൊരു അനുഗ്രഹമാണ്. അതിലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഇൻ്റർവ്യൂവിന് പോയത്. കാറിലാണ് പോയത്. കോളേജ് എത്താൻ ഒത്തിരി ദൂരമുണ്ട്. പക്ഷേ പകുതി ആയപ്പോഴത്തേനും ഞങ്ങളുടെ കാറ് ഭയങ്കരമായിട്ട് ചൂടായി. പിന്നെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 4-5 പ്രാവശ്യം കൊന്ത ചൊല്ലിയിട്ടാണ് ഇറങ്ങുന്നത്. എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല, പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. എനിക്ക് രഹസ്യങ്ങൾ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ അതും പഠിച്ചു. ഞാൻ അങ്ങനെ കൊന്ത ചൊല്ലിയിട്ടാണ് ഞാനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 4 വട്ടം കൊന്ത ഫുള്ളായിട്ട് ചൊല്ലിയിട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ കാറിലിരുന്നിട്ട് എൻ്റെ കയ്യിൽ ഈ കാശുമാലയുണ്ട്, അത് വെച്ചിട്ട് ഞാൻ കാശുരൂപവും കൊന്തയും ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എന്നെ സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്തിക്കണേ എന്ന്. അങ്ങനെ പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്ക്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും പരിചയമില്ല. അതൊരു ഇടുങ്ങിയൊരു സ്ഥലത്താണ് വണ്ടി നിൽക്കുന്നത്. ഞങ്ങൾക്ക് പരിചയക്കാരും ഇല്ല. അവിടെ ഒറ്റപ്പെട്ട സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു വീട്ടിൽ ഞങ്ങൾക്ക് വഴിയിൽ കിടന്നൊരു കുപ്പി കൊണ്ടുപോയി ഹസ്ബൻഡ് വെള്ളം നിറച്ച് കാറിൽ കാർബറേറ്ററിൽ ചൂട് തണുപ്പാക്കാനായിട്ട് കുറേ സമയം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ആക്റ്റീവയിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിക്കുകയും അങ്ങനെ ആ പുള്ളിയും ഹസ്ബൻഡും കൂടെ വളരെ പെട്ടെന്ന് തന്നെ കാറ് ശരിയാക്കുകയും അത് നമുക്ക് സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്താനും പറ്റി. അതും കാരണം മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഒക്കെ പുരട്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് വണ്ടിയിലിരിക്കുകയാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഫുള്ള് കൊന്ത ചൊല്ലലായിരുന്നു, കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. യൂട്യൂബിൽ കേട്ടിട്ടാണ് ഞാൻ ചൊല്ലുന്നത്, എനിക്കതേ അറിയാവൂ. യൂട്യൂബിൽ പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഡയറിയിൽ ഞാൻ ഫുൾ രഹസ്യങ്ങളും എഴുതി വെച്ച് ചൊല്ലും. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് സമയത്തിന് ഇൻ്റർവ്യൂവിന് പോകാനും പറ്റി. കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും. അതിൽ ഞാൻ ഫസ്റ്റായിട്ട് വരികയും അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി, അസോസിയേറ്റ് പ്രൊഫസർക്കും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി ഞാൻ കയറുകയും എൻ്റെ ജോലി കുറച്ചുകൂടെ ഉന്നതിയിലോട്ട് എൻ്റെ മാതാവ് എത്തിച്ചു. അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2018 മുതലേ UK നോക്കുന്ന ഒരാളായിരുന്നു. അപ്പം PhDക്ക് അപ്പം ഞാൻ ജോയിൻ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഏജൻസിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല. അന്ന് ഫാമിലിയായിട്ട് പോകാനൊക്കെ നോക്കി. പക്ഷേ പിന്നെ ഇപ്പോൾ റൂളൊക്കെ ചേഞ്ചായിട്ട് എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നടന്നില്ല. രണ്ടാമത്തെ ഉടമ്പടി 6/6 ഞാൻ പുതുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ഹിതം എന്താണോ അതിൻ്റെ ജീവിതത്തിൽ നിറവേറണം. വേറൊന്നും എൻ്റെ ഫിസിക്കലി ഉള്ള ഒരു ആഗ്രഹവും ഞാൻ എഴുതിയിട്ടില്ല. എഴുതിയത് എൻ്റെ ആദ്യത്തെ നിയോഗം എഴുതിയത് എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ അച്ഛൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ നിയോഗം. ബാക്കി 5 നിയോഗവും ഞാൻ എഴുതിയത് മാതാവിൻ്റെ ആഗ്രഹം എന്താണോ, മാതാവിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ഒന്നും ഞാൻ അതിനകത്ത് ചോദിച്ചില്ല. പക്ഷേ മാതാവിനോട് ചോദിക്കാതെ തന്നെ മാതാവ് എനിക്ക് തന്നു. 6/6/2025 ഞാൻ രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കിയത്. അതിനുശേഷം ഒക്ടോബർ 3 ഞാൻ യു കെയിൽ പോയി. അതിനുശേഷം ഇവിടെ എനിക്ക് വിസ വന്ന സമയത്ത് പോകുന്നതിന് 2 ദിവസം മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു, മാതാവിനെ കണ്ടു. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാണ്ടാണ് ഞാൻ പോയത്. അതെനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ഭാരമായിരുന്നു. അതിനുശേഷം എനിക്ക് വിൻ്റർ ബ്രേക്കാണ്. ഞാൻ അവിടെ പഠിക്കാനാണ് പോയത്. ഞാൻ അവിടെ സ്പെഷ്യൽ സ്റ്റുഡൻസിൻ്റെ ഒരു പഠനമാണ് ചെയ്യുന്നത്. ഓട്ടിസം, ADHD ഒക്കെ വന്ന കുട്ടികളെ പറ്റിയുള്ളൊരു പഠനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പം വിൻ്റർ ബ്രേക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ നാട്ടിൽ വന്നു.
അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അമ്മയുടെ നടയിൽ വന്ന് സാക്ഷ്യം പറയാണ്ട് പോകാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെ എനിക്ക് എൻ്റെ ആ ആഗ്രഹവും മാതാവ് നടത്തി തന്നു. അടുത്ത് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയാണ്. അതായത് എൻ്റെ അച്ഛന് ഞാൻ ഒറ്റ മകളാണ്. അപ്പോൾ 25/11/2025 എൻ്റെ അച്ഛൻ ഒന്ന് വീണായിരുന്നു. അപ്പം അച്ഛന് കുറച്ച് ഏജുണ്ട്. അച്ഛൻ വീണപ്പോൾ അച്ഛൻ്റെ വലത് കൈയുടെ എല്ല് പൊട്ടിപ്പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അന്ന് ഞാൻ കോളേജിലാണ്. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വീണു, കയ്യിലേക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഹസ്ബൻഡും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ വേറൊന്നും എടുത്തില്ല. എൻ്റെ ബാഗ് കൊണ്ട് വെച്ചിട്ട് ആകെ എടുത്തത് കൊന്തയും കാശ് രൂപ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും എടുത്തുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഓടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് സർജറി ചെയ്യാണ്ട് എല്ല് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സർജറി വേണം. പക്ഷേ അച്ഛൻ്റെ പ്രായത്തിന് അത് സർജറി ഇമ്പോസിബിൾ ആണ്. അച്ഛന് ഷുഗറുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ അച്ഛന് സർജറി താങ്ങൂല, അച്ഛന് സർജറി ഇല്ലാണ്ട് മാതാവ് സുഖപ്പെടുത്തി കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യം ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അടുത്ത ഡോക്ടർ രണ്ടാമത് എക്സ്റേ എടുത്തിട്ട് നമ്മളെ വിളിപ്പിച്ചു. അപ്പോഴും ഞാൻ ഡോക്ടർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഈ കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ ഡോക്ടർ തിരുത്തി പറയണേ, ഓപ്പറേഷൻ ഇല്ലാണ്ട് തന്നെ അച്ഛൻ സുഖപ്പെടണേ എന്ന് ഞാൻ ഭയങ്കര കണ്ണീരൊഴുകി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ എന്നെ ഹസ്ബൻഡിനെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു സർജറി ചെയ്യണ്ട, പകരം നമുക്ക് 3 മാസം ബാൻഡേഡ് ഇട്ട് നോക്കാം. അപ്പം എല്ല് ശരിയായി ഊറിപ്പിടിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണീരോടുള്ള പ്രാർത്ഥനയാണ് മാതാവ് കേട്ടത്. കാരണം അച്ഛന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ സർവൈവായിട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രായമാണ്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും 3 മാസം കൊണ്ട് എൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് ചോറ് വാരി കഴിക്കുന്ന അവസ്ഥയിലോട്ട് വരികയും ചെയ്തു. അച്ഛൻ്റെ കൈ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥിക്കും. ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എക്സ്റേ എല്ലാം ബുക്കിനകത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ എന്താണോ തലേ ദിവസം വചനം വായിച്ചത്, ആ വചനം തന്നെയാണ് ജോസഫ് അച്ഛൻ പിറ്റേന്നത്തെ പ്രാർത്ഥനയിലും പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നിട്ട് അന്ന് എഴുതി, മാതാവേ അങ്ങനെ അച്ഛനൊരാൾ സഹായം ഇല്ലാണ്ട് എഴുതിക്കാൻ പറ്റില്ല. അപ്പോൾ ആരുടെ സഹായം ഇല്ലാണ്ട് അച്ഛനെ ഒന്ന് എഴുന്നേക്കാൻ പറ്റണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചോളൂ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ആരുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകെ വന്ന് അച്ഛൻ നിൽക്കുക. ഞാൻ പ്രാർത്ഥിച്ച ഇത്രയേ ഉള്ളൂ, ആരുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റണേ എന്ന്. അപ്പോൾ അച്ഛൻ വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ എങ്ങനെ എഴുന്നേറ്റ് വന്നോന്ന് ചോദിച്ചാൽ അച്ഛൻ എന്നെ അറിയില്ല. അതെൻ്റെ അടുത്തൊരു സാക്ഷ്യം. ഞാൻ അച്ഛൻ്റെ കയ്യിൽ തൈലം പുരട്ടി എല്ലാ ദിവസവും ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ തൈലം പുരട്ടി നെറ്റിയിലും കയ്യിലും കാലിലും ഒക്കെ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. തേന് കൊടുക്കുമായിരുന്നു അച്ഛന്. അങ്ങനെയൊക്കെ. പിന്നെ അച്ഛനെ കൊന്ത വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ കിടക്കുന്ന റൂമിൽ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ബൈബിൾ അച്ഛൻ്റെ അടുത്തിരുന്ന് ഞാൻ വായിക്കും. ബൈബിൾ വായിക്കാനല്ല, പക്ഷേ ഞാൻ എൻ്റെ പുതിയ നിയമം മാത്രമേ ഉള്ളൂ, പക്ഷേ അത് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെയുള്ള പല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഒരു സുഖപ്രാപ്തിക്കായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് എൻ്റെ അമ്മ മാതാവ് നേടിത്തന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ. പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ ശനിയാഴ്ചകളിലും മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, RCC അതുപോലുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം ശ്രീ ചിത്ര അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഉച്ച സമയത്ത് ചോറ് പൊതി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ പത്രം എല്ലാവർക്കും എത്തിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരികൾ, എൻ്റെ നാട്ടുകാർ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അവരുടെ അടുത്തെല്ലാം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മാതാവിനെ പറ്റിയിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഞാൻ അവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കുകയും ചെയ്തു. എനിക്ക് കഴിവുള്ള കാര്യങ്ങൾ അവരിലോട്ട് പറഞ്ഞു കൊടുക്കുകയും ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ എനിക്ക് കഴിയുകയും ചെയ്തു. പിന്നെ എൻ്റെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് ഞാൻ മുടക്കാറില്ല. എല്ലാ ദിവസവും അച്ഛൻ പറയുന്ന വചനങ്ങൾ ഞാനൊരു ഡയറിയിൽ എഴുതി വെക്കും. എല്ലാ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതി വെക്കും. എനിക്ക് വചനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ തന്നെ ഒരു വചന ബോക്സ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കളർ പേപ്പർ വാങ്ങി കട്ട് ചെയ്തിട്ട് ഓരോ വചനങ്ങൾ അച്ഛൻ പറഞ്ഞ ഓരോ ദിവസങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഞാൻ എഴുതി കുഞ്ഞായി എഴുതി ഞാൻ തന്നെ ഒരു ബോക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്. അമ്മ മാതാവും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ എപ്പോഴും ഞാൻ എഴുതാറുള്ളൊരു കാര്യമാണ്, അമ്മയുടെ
പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ എല്ലാ ബുക്കിലും അതാണ്. എൻ്റെ എല്ലാ ബുക്കിലും ഞാൻ എഴുതുന്ന ഒറ്റ ഒരു സെൻറ്റൻസ് അതാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റണമേ എന്ന്. അത് എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു. ഇനി എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ തണലിൽ ജീവിക്കാനും എൻ്റെ മരണം വരെ അതിൽ കഴിയാനുമാണ് എൻ്റെ ആഗ്രഹം. അതെൻ്റെ അമ്മ മാതാവിനെ ഞാൻ വാക്ക് കൊടുക്കുന്നു. എല്ലാത്തിനും നന്ദി. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:5 നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഴികളും സന്തോഷങ്ങളും വേദനകളും തീരുമാനങ്ങളും ഭാവിയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ മുഴുവൻ വഴികളും ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. ഈശോയും അമ്മയും എല്ലാം നോക്കിക്കൊള്ളും. വിശ്വാസത്തോടെ നമുക്ക് കാത്തിരുന്നാൽ മാത്രം മതി. ദൈവം തക്ക സമയത്ത് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഡോക്ടർ നിഷ എന്ന സഹോദരിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. ഈ മകളുടെ ഓരോ കാര്യങ്ങളിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. PhD പഠിച്ചതിന് ശേഷം എല്ലാം മെറിറ്റുമുണ്ടെന്ന് കരുതി 10 മാസത്തോളം വീട്ടിലിരുന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വഴി കൂട്ടുകാരിൽ കൂടിയാണ് കൃപാസനം അമ്മ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തെ പറ്റിയുള്ള അറിവ് ലഭിച്ചത്. പിന്നീട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് അമ്മയുടെ സന്നിധിയിലെത്തി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത ഉടനെ ഈ മകളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ചയുടെ ജീവിതമാണ് നാം കാണുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ എന്നെ രക്ഷിക്കുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ഈ മകൾ ഉറച്ചു വിശ്വസിച്ചതെന്ന് നമ്മുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഉടനെ MBA കോളേജ് അധ്യാപികയായിട്ടാണ് ജോലി കിട്ടിയത്. പിന്നീട് 2 മാസം കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഉയർച്ച കിട്ടി. അസോസിയേറ്റ് പ്രൊഫസർ വിത്ത് HOD പൊസിഷനായിട്ട് വീണ്ടും അവിടുന്ന് തന്നെ ഒരു ഉയർച്ചയിലേക്ക് പോകുന്നതാണ്. ഈ മകൾ പ്രാർത്ഥിച്ചപ്പോൾ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും പറയുന്നത് അമ്മയുടെ ഹിതം എന്താണോ അത് നടന്നാൽ മതി. മാതാവിൻ്റെ ഹിതമനുസരിച്ച് അമ്മ നമ്മൾ ചോദിക്കാത്ത എല്ലാം അമ്മയ്ക്കറിയാം. അമ്മയുടെ ഇഷ്ടമനുസരിച്ചെല്ലാം ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. പിന്നെ UK പഠിക്കുവാനും ജോലിയാണ് അടുത്ത ഉയർച്ച. ഓരോ പടിപടിയായിട്ട് നമ്മൾക്ക് കാണാം. ജീവിതം കർത്താവിന് ഭരമേൽപ്പിച്ചപ്പോൾ കർത്താവാണ് എൻ്റെ രക്ഷകനാണ് എൻ്റെ ദൈവം എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ഈ മകളുടെ ജീവിതത്തിലുള്ള പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടി പദ്ധതി അനുസരിച്ച്, ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു ചെല്ലുന്നത്. അങ്ങനെയാണ് ഈ മകള് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നത്. ആരുടെ സഹായമില്ലാതെ അച്ഛൻ നടക്കുവാൻ സാധിച്ചു. അതൊരു വലിയ രോഗസൗഖ്യമാണ്. സർജറി വേണ്ടെന്ന് പറഞ്ഞു. ഈ മകളുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും കേട്ടത്. സർജറി ക്യാൻസൽ ചെയ്തു. അമ്മേ, അച്ഛനൊന്ന് നടന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ മാത്രം മതി. ആ പറഞ്ഞ മാത്രമേ തന്നെ അച്ഛൻ അടുത്ത് വന്ന് നിന്നു. ഇതാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന ഓരോ ആഗ്രഹങ്ങളും അങ്ങ് ഭരമേൽപ്പിക്കുക, വിട്ടുകൊടുക്കുക. എല്ലാം വിശ്വാസത്തോടെ വിട്ടുകൊടുക്കുമ്പോൾ, പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു വരുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്നായിരുന്നു പിന്നീടുള്ള പ്രാർത്ഥന. എപ്പോഴും അതുതന്നെയാണ് ഇന്നിവിടെ നടന്നതും. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ നല്ല വിശ്വാസത്തോടെ, നല്ല കോൺഫിഡൻസോട് കൂടിയാണ് ഈ മകളിന്ന് പരിശുദ്ധമ്മയുടെ സാക്ഷിയായിട്ട് തന്നെയാണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയത്. അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളും എഴുതി ഒരു ബോക്സിലാക്കി വെക്കുമായിരുന്നു. ബൈബിള് നല്ല പരിചയമില്ല, ബൈബിള് വായിക്കുകയും ന്യൂ ടെസ്റ്റ്മെൻറ്റ് വായിച്ചു. അച്ഛൻ പറയുന്ന ഓരോ വചനം, ഡെയിലി ബ്രെഡിൽ പറയുന്ന ഓരോ വചനങ്ങൾ എഴുതി ഈ മകൾ പ്രാർത്ഥിച്ച് പഠിച്ചു. ഇതാണ് വിശേഷവിധിയായിട്ട് ഓരോ മക്കളും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ.
ഈശോയും അമ്മയുടെ അടുത്തറിയുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഈശോയും അമ്മയെ മഹത്വപ്പെടുത്താനും അവരെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ആഴത്തിൽ വിശ്വാസമർപ്പിക്കാനും ഓരോ വഴികൾ കണ്ടുപിടിക്കുന്നതാണ് ഉടമ്പടി മക്കൾ നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. പിന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ്. 2 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഒരു പ്രാവശ്യം സ്കൂട്ടർ അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഒരു സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ കൂടെയാണ്, നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി മക്കളെ ഒരിക്കലും കൈവിടാറില്ല. കൈ പിടിച്ച് നടത്തുന്ന ഒരമ്മയും ഒരു ഈശോയുമാണ് ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. 2 പ്രാവശ്യവും സ്കൂട്ടർ കേടായപ്പോഴും ആരോ ഒരു വ്യക്തി അവിടെ നിന്ന് ഇവരെ സഹായിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴും അമ്മയുടെ സാന്നിധ്യമാണ് ആ വർക്ക്ഷോപ്പിൽ കണ്ടത്. പരിശുദ്ധ അമ്മയുടെ, കൃപാസന അമ്മയുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും മോൾക്ക് മനസ്സിലായി, എൻ്റെ കഷ്ടതയിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്നാണ് ഈ മോൾക്ക് മനസ്സിലായത്. പിന്നീട് അടുത്ത 2ാമത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും കാറ് സ്റ്റക്കായി പോയി. അന്നേരവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു വ്യക്തിയിൽ കൂടെ ഓടി വന്ന് സഹായിച്ചത്. ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ നമ്മളെ കരം പിടിച്ച് നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്കും ഈശോയിലും അമ്മയിലും നമ്മൾ വിശ്വാസമർപ്പിച്ച് വിശ്വസ്തയോടെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഏൽപ്പിക്കുന്നതിലൂടെയാണ് കൃപയുടെ തുടക്കം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ ഓരോ വഴികളിലും ഈശോയെ ഏൽപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ വഴികളും ഈശോയെ ഏൽപ്പിക്കാൻ നമ്മെ സഹായിക്കട്ടെ. അവരെല്ലാം നോക്കിക്കൊള്ളും. ഇത് നമ്മുടെ പരിശ്രമമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഏൽപ്പിക്കുകയാണ് കൃപയുടെ വാതിൽ. എല്ലാം ഭാരമേൽപ്പിക്കുക. തുടക്കം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിത വഴികൾ മുഴുവൻ ഈശോയെ ഏൽപ്പിക്കാൻ നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഡോക്ടർ നിഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.